ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് സ്കിന്നിനും ഹെൽത്തിനും ഹെയറിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലിനെ കുറിച്ചിട്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് ആർഗൻ ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇത് നൗവിൻ്റെ ഒരു ആർഗൻ ഓയിലാണ്. ഒരു ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ മെയിൻലി ഇപ്പോൾ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ, അതായത് ക്രീംസിൽ, ലോഷൻസിൽ, ഷാംപൂസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ മെയിൻലി ആർഗൻ ട്രീയുടെ ഫ്രൂട്ടിൽ നിന്നും അതിലകത്തുള്ള ആ ഒരു സീഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണ് ആർഗൻ ഓയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഓയിൽ പല ഗ്രേഡിൽ കിട്ടും. അതായത് കോസ്മെറ്റിക് ഗ്രേഡ്, നമുക്ക് സ്കിന്നിലും ഹെയറിലും ഒക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളത്, അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ്, നമുക്ക് ഉള്ളിലോട്ട് കഴിക്കത്തക്ക രീതിയിലുള്ള, ഇങ്ങനെ പല ഗ്രേഡിലും ആർഗൻ ഓയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മെയിൻലി നിങ്ങൾക്ക് ഫാർമസിയിലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ആർഗൻ ഓയിൽസ് കിട്ടാറുണ്ട്. ഇത് മെയിൻലി സ്കിന്നിലും ഹെയറിലും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർഗൻ ഓയിലാണ്. ഇത് നൗവിൻ്റെ ബ്രാൻഡാണ്. ഇങ്ങനെ പല ബ്രാൻഡ്സും അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു ആർഗൻ ഓയിൽ മെയിൻലി സ്കിന്നിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തെല്ലാമാണ് ഇതിന്റെ യൂസസ് എന്ന് നോക്കാം. മെയിൻലി ആർഗൻ ഓയിൽ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടാണ്. അതായത് ഈ ഒരു ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ധാരാളം ഉള്ള ഒരു ഓയിലാണ് ആർഗൻ ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്ത് നിർത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒരു ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് ഈ ഒരു ആർഗൻ ഓയിൽ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മെയിൻലി ഒരു കോസ്മെറ്റിക് ഗ്രേഡിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓയിൽ യൂസ് ചെയ്ത ഫീൽ ഒന്നും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് ആർഗൻ ഓയിൽ എന്ന് പറയുന്നത്. സോ അതിനോടൊപ്പം തന്നെ ആർഗൻ ഓയിൽ എന്ന് പറയുന്നത് സൺ ഡാമേജ് പ്രിവെന്റ് ചെയ്ത് നിർത്തും. ഇതിൻ്റെ അത് ഒരു ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ സൺ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനും സൺ ഡാമേജ് കാരണം ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഈ ഒരു ആർഗൻ ഓയിൽ ഡെയിലി ബേസിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഓയിലി സ്കിന്നുകാർക്ക് മെയിൻലി ഇപ്പോൾ ഓയിലി സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസ് വരാം, ആക്നീസ് ഒക്കെ വരാറുണ്ട്. ഈ ഒരു ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആർഗൻ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ആ ഒരു സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽനെസ്സിനെ റെഡ്യൂസ് ചെയ്യാനും അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഉണ്ടാകുന്ന ഈ ഓയിൽനെസ് കാരണം ഉണ്ടാകുന്ന പിമ്പിൾസും ആക്നീസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു ആർഗൻ ഓയിൽ ഹെൽപ്പ് ചെയ്യും. ചിലർക്ക് ഫേസിൽ ഭയങ്കര ഓയിലി ഫീൽ ആയിരിക്കും, എപ്പോഴും ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ആർഗൻ ഓയിൽ എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മുടെ സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു ആർഗൻ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആർഗൻ ഓയിൽ നമുക്ക് ആന്റി ഏജിങ് പ്രോപ്പർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫേസിൽ വരുന്ന വ്രിങ്കിൾസ്, ഏജിങ് സൈൻസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആർഗൻ ഓയിൽ യൂസ് ചെയ്യാം. ആർഗൻ ഓയിലിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ ഇ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏജിങ് സൈൻസിനെ കുറയ്ക്കാനും ഇങ്ങനെ വ്രിങ്കിൾസ്, ഏജിങ് സ്പോട്ട്സ് ഒക്കെ വരത്തില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ആർഗൻ ഓയിൽ ഡെയിലി ബേസിസിൽ ഉപയോഗിച്ചാൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതിനോടൊപ്പം തന്നെ ആർഗൻ ഓയിൽ നമുക്ക് ചില സ്കിൻ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിനൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ഫംഗിസൈഡൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇങ്ങനത്തെ സ്കിന്നിൽ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആർഗൻ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ആർഗൻ ഓയിൽ ചില സ്കിൻ കണ്ടീഷൻസ് ലൈക്ക് എക്സിമ, സോറിയാസിസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് ആർഗൻ ഓയിൽ ഒരു ഇപ്പം മെഡിസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആർഗൻ ഓയിൽ എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ആർഗൻ ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ധാരാളം മൂൺ ഹീലിംഗ് പ്രോപ്പർട്ടി ധാരാളം ഉള്ള ഒരു ഓയിലാണ്. സോ ഇങ്ങനത്തെ കണ്ടീഷൻസിലും നമുക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും ആർഗൻ ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, അണ്ടർ ഐ ബാഗ്സ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും നമുക്ക് ആർഗൻ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അതുപോലെ തന്നെ ആർഗൻ ഓയിൽ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഹെയറിൽ ഭയങ്കര ഫ്രിസി ആയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് ആർഗൻ ഓയിൽ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് മറ്റു ഓയിൽ പോലെ ധാരാളം എടുത്ത് യൂസ് ചെയ്യേണ്ട കാര്യവും ഇല്ല. നമ്മൾ നോർമലി കുറച്ച് ഓയിൽ എടുത്തിട്ട് നമുക്ക് മുടിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഹെയർ സെറം ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ആർഗൻ ഓയിൽ നമുക്ക് ഹെയറിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷാംപൂസ്, കണ്ടീഷണേഴ്സ് ഇതൊക്കെ ആർഗൻ ഓയിൽ അടങ്ങിയിരിക്കുന്ന ഷാംപൂസ് ഒക്കെ കിട്ടും. അതും നമുക്ക് ഇങ്ങനെ ഈ ഒരു ഡ്രൈ ഹെയറിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. എക്സ്റ്റേണലി ആർഗൻ ഓയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആർഗൻ ഓയിൽ നമുക്ക് ഉള്ളിലോട്ട് അല്ലെങ്കിൽ ആർഗൻ ഓയിൽ നമുക്ക് കഴിക്കാനായിട്ടുള്ള പർപ്പസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആർഗൻ ഓയിൽ പല ഗ്രേഡിൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു,
ഫുഡ് ഗ്രേഡിലുള്ള ആർഗൻ ഓയിലാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള കോസ്മെറ്റിക് ഗ്രേഡിലുള്ള ആർഗൻ ഓയിൽ ഉള്ളിലോട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കില്ല, അത് പ്രത്യേകം കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ഫുഡ് ഗ്രേഡിലുള്ള ആർഗൻ ഓയിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സലാഡ്സിലൊക്കെ മുകളിൽ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാം. നോർമലി ആർഗൻ ഓയിൽ ഒരു സ്പൂൺ എടുത്ത് കുടിക്കാം. അതുപോലെ തന്നെ ആർഗൻ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഗ്രില്ല് ചെയ്തില്ലേ, ഫിഷോ മീറ്റോ ഒക്കെ ഗ്രില്ല് ചെയ്യുന്നതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ആർഗൻ ഓയിൽ മെയിൻലി കുക്കിംഗ് പർപ്പസിനായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഇത് പെട്ടെന്ന് ബേൺ ആയി പോകുന്ന ഒരു ഓയിലാണ്. അതുകൊണ്ട് മെയിൻലി ഇങ്ങനെ സലാഡ്സിലും ഗ്രില്ല് ചെയ്യുന്ന ഐറ്റംസിലും ഒക്കെയാണ് കൂടുതലും ആർഗൻ ഓയിൽ ഉപയോഗിക്കുന്നത്. സോ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ആർഗൻ ഓയിൽ യൂസ് ചെയ്യാം. ആർഗൻ ഓയിൽ ഹെൽത്തിനും ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഓയിലാണ്. കൊളസ്ട്രോളിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചില ക്യാൻസേഴ്സിനെ വരെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ആർഗൻ ഓയിൽ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിൽ തന്നെയാണ് ആർഗൻ ഓയിൽ. ആർഗൻ ഓയിൽ എങ്ങനെ നമുക്ക് സ്കിൻ കെയറിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും? സോ ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ മെയിൻലി കോസ്മെറ്റിക് ഗ്രേഡിലുള്ള ആർഗൻ ഓയിൽ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനത്തെ ബോട്ടിൽ പാക്കിംഗ് ആയിരിക്കും വരുന്നത്. സോ ഇത് മെയിൻലി ഒരു സെറം പോലത്തെ, നമ്മൾ നോർമൽ സെറംസ് വാങ്ങില്ലേ അതേപോലത്തെ ഒക്കെ ഒരു പാക്കിംഗ് ആയിരിക്കും വരുന്നത്. ഇത് മെയിൻലി നമുക്ക് സെറം പോലെ യൂസ് ചെയ്യാം ആർഗൻ ഓയിൽ. മെയിൻലി ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു ഓയിലി, ഭയങ്കര ഒരു ഓയിലി ഫീൽ ഒന്നും കിട്ടൂല ഇത് ഉപയോഗിക്കുമ്പോൾ. വളരെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ 1-2 ഡ്രോപ്സ് എടുത്തിട്ട് നോർമലി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു സെറമായിട്ട്. സോ അതുപോലെ തന്നെ ആർഗൻ ഓയിൽ നമുക്ക് കണ്ണിന്റെ അടിയിൽ വേണമെങ്കിലും ഇതുപോലെ ഒരു ഡ്രോപ്സ് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നൈറ്റിൽ. സോ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിലോ അങ്ങനെയുള്ള ഐറ്റംസിൽ വേണമെങ്കിൽ 1-2 ഡ്രോപ്സ് ആർഗൻ ഓയിലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആർഗൻ ഓയിൽ ഉപയോഗിക്കാം. സോ ഈ ഒരു മെത്തേഡിലൊക്കെ നമുക്ക് ആർഗൻ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സ്കിന്നുകാർക്ക് ആർഗൻ ഓയിൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ ആണെങ്കിൽ പോലും ചില സ്കിന്നുകാർക്ക് ചിലപ്പോൾ ആർഗൻ ഓയിൽ അലർജീസ് ഉണ്ടാക്കാം. മെയിൻലി നട്ട്സ് ഒക്കെ അലർജീസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ ആർഗൻ ഓയിൽ ഉള്ളിലോട്ട് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഇങ്ങനെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുമ്പോൾ ആയാലും ചിലപ്പോൾ അലർജീസ് ഉണ്ടാവാം. അങ്ങനെ അലർജീസ് കാരണം ചിലപ്പോൾ പിമ്പിൾസ് ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ആർഗൻ ഓയിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കാം കേട്ടോ. മിക്കവർക്കും ആർഗൻ ഓയിൽ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ചില സ്കിന്നിന്, നമുക്ക് എല്ലാ സ്കിന്നും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില സ്കിന്നുകാർക്ക് ചിലപ്പോൾ അലർജീസ് ഉണ്ടാക്കാം. അതുകൊണ്ട് പ്രത്യേകം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കാം. ഈ ഹെയർസിൽ ആർഗൻ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ ഹെയർ സെറംസ് യൂസ് ചെയ്തില്ല അതേപോലെ 1-2 ഡ്രോപ്സ് ആർഗൻ ഓയിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് റബ് ചെയ്തിട്ട് നമുക്ക് ഹെയർസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിയിൽ ആർഗൻ ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലിപ്സിൽ, ഈ ഒരു ലിപ്സിന് ഡ്രൈ ആവുന്നതിനൊക്കെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണ് ആർഗൻ ഓയിൽ. ലിപ്സ് ഡ്രൈ ആവുന്നതിനും ലിപ്സിന്റെ ഡാർക്ക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യാനും ആർഗൻ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അതിന് നമുക്ക് ആർഗൻ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ആർഗൻ ഓയിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് നൈറ്റ് കിടക്കാവുന്നതാണ്. മോർണിംഗ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സോ ആ ഒരു രീതിയിലും ആർഗൻ ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ആർഗൻ ഓയിലിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. സോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. നമുക്ക് സ്കിന്നിലും ഹെയറിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.